ഈ കൊടുത്തിരിക്കുന്ന കോപ്പിയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 85 ദിവസം ഷൂട്ട്, 27 ലൊക്കേഷൻ, 5 പാട്ട്, 3 ആക്ഷൻ ബ്ലോക്ക്, 14 കോടി ബഡ്ജറ്റ്. ആദ്യം തന്നെ ഇന്നലെയും കഴിഞ്ഞാൽ ഒരുപാട് മീഡിയ സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു, ബൈറ്റ്സ് ചോദിച്ചിരുന്നു. എല്ലാവരോടും നോ പറഞ്ഞു. കാരണം ബൈറ്റ്സ് തരാത്തത് മറ്റൊന്നുകൊണ്ടല്ല, 2 ദിവസം 48 മണിക്കൂറോളം കളക്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ബൈറ്റ് ചെയ്തത്. പ്രസ് മീറ്റിലൂടെ ഇത് പറയാം എന്ന് കരുതി സൈലൻ്റ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആ സൈലൻസ് കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു വലിയ ക്യാമ്പയിനിങ്ങും അറ്റാക്കും ഒക്കെ കാണുന്നുണ്ട്. എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് പറയാത്തെന്നുള്ളത്. കാരണം അത് പറയേണ്ട കാര്യങ്ങൾ കുറേ ഉള്ളതുകൊണ്ട്. ചേട്ടാ അതില്ലെങ്കിൽ വിട്ടേരും കേട്ടോ. ഹിന്ദിയാണോ? ഭയ്യ നയ്യ ചായേ. നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുന്നില്ലേ? പിന്നെ ചേട്ടാ ഭയ്യ ഭയ്യ നൈ ചായ. മലയാളിയാണോ? എന്നാ വേണ്ട. ഓക്കെ സാറേ, ഇത്രയും മൈക്കുണ്ട്, ആർക്കെങ്കിലും കിട്ടും. പറയാനുള്ള ഒരേ വിഷയം എന്നല്ലല്ലോ, ഷെയർ ചെയ്യും. അതായത് 2 ദിവസമായിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പം ഒരു റിപ്ലൈ കൊടുക്കാത്തതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇടാത്തതോ ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എല്ലാവരോടും എത്തിക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ്. കാരണം അതിന് ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടണമായിരുന്നു. ഞങ്ങളുടെ സംഘടനകളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ വിഷയം അവരിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് തുറന്നു പറയുന്നത് എന്താ വെച്ചാൽ, ഇനിയും ഇത് സംസാരിക്കാതിരുന്നാൽ ഇത് ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ബാധിക്കും. കാരണം ഞങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഇപ്പോൾ ഇവൻ കെട്ടിയിട്ടില്ല, ഇവന് കുടുംബമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കള്ളം കഴിച്ചാണ്, കുട്ടികളുണ്ട്. അപ്പോൾ അവരിലേക്ക് പോലും ഈ പ്രശ്നം എത്തിത്തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവരുടെ മാനസികാവസ്ഥകൾ ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളിത് വരുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു പ്രസ് മീറ്റ് ചെയ്തത്, ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ആളാണ്. നിങ്ങളെയൊക്കെ ഞാൻ അന്നേരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഞാൻ വളരെ സന്തോഷത്തോടെ എടുക്കുന്ന ഒരു പ്രസ് മീറ്റ് അല്ല ഇത്. പക്ഷേ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം കൂടെ ആണിത്. 2 ദിവസമായിട്ട് ഇവിടുത്തെ പല മാധ്യമങ്ങളും വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതെനിക്കറിയാം. ഒരു സൈഡ് മാത്രം കേട്ടതിൻ്റെ പുറത്തുള്ള ന്യൂസ് കൊടുക്കലാണ്. ഞാൻ ആരെയും പേരെടുത്ത് പറയുകയല്ല. മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടവരെ ഞാൻ കണ്ടു, സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നതിനെ കണ്ടു. ഇതാരെയും കുറ്റം പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ പറയാനുള്ള കാര്യം കൂടെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു കാര്യം ആദ്യമേ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നത്. ഇതിൽ ആദ്യമേ പറയാനുള്ളത്, ഞങ്ങളുടെ സിനിമ ചെയ്ത ഒരു നിർമ്മാതാവ്, അതായത് ഞങ്ങളുടെ സിനിമ എന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ സിനിമയും വിഷ്ണുവിൻ്റെ സിനിമയും ഞാൻ എഴുതിയ സിനിമ, ഞങ്ങളുടെ ലാസ്റ്റ് സിനിമ സുമതിയോളവിൽ നിർമ്മിച്ച നിർമ്മാതാവിൻ്റെ ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തുകയും, അത് നിങ്ങൾ പറയുന്ന പോലെ 3 ദിവസം മുന്നേ വന്നൊരു വീഡിയോ അല്ല, അത് അദ്ദേഹവും പറയുന്നുണ്ട്. ഒരു 2 ആഴ്ച മുന്നേ വന്ന ആ വീഡിയോ, ഒരു രാത്രിയിൽ ആ വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ അബദ്ധത്തിൽ പോസ്റ്റ് ആവുകയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുകയും ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ത്രെഡിൽ പിന്നീട് കിടക്കുകയും ആരോ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ദിവസങ്ങളിൽ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ വന്നിരുന്നു. ഈ വീഡിയോ വന്നതിൻ്റെ അറിഞ്ഞ അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തെ ഞാൻ മെസ്സേജ് അയക്കുകയും അതിനുശേഷവും അദ്ദേഹം എനിക്ക് റിപ്ലൈ ഇട്ട് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസം മുന്നേ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുകയും അത് പിന്നീട് കേരളം എന്നല്ല, എനിക്ക് തോന്നുന്നു മലയാളം വായിക്കാൻ അറിയാവുന്ന ലോകം മുഴുവനുള്ള ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ഇന്ന് ഇവിടുത്തെ ഒരു മുഖ്യധാര പത്രത്തിൽ വാർത്തയായി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ പേരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമല്ല ഈ വാർത്തകളൊന്നും പുറത്തു വന്നിരിക്കുന്നത്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ PR ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ആളുകളും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യുന്ന ടീമുകൾ അല്ലെങ്കിൽ PR ചെയ്യുന്ന ടീമുകൾ ചോദിക്കുന്ന പൈസ തന്നിട്ടാണ് ഞങ്ങൾ ഇത്ര നമ്പേഴ്സ് ഓഫ് കാർഡുകൾ പോലും ഞങ്ങൾക്ക് ഒരു സിനിമയുടെ പ്രൊമോഷൻ തരുന്നത്. അതേ PR ടീം കഴിഞ്ഞ 2 ദിവസമായിട്ട് എടുക്കുന്ന നല്ല ജോലി സോഷ്യൽ മീഡിയ ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത ഞാൻ കണ്ടു, മാളിയപ്പുറ ഉണ്ണിമൂന്നനാണ് സംവിധാനം ചെയ്തത്. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇത് കണ്ട് വളരെ ഷോക്കായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണിമൂന്നൻ്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾക്കൊക്കെ വേറെ സംവിധാനമാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുന്നേ ഈ വിഷയം, മുരളിച്ചാൻ്റെ വിഷയം,
ഈ വീഡിയോ വന്നു, അദ്ദേഹത്തിന് ഈ സിനിമ നഷ്ടമാണെന്ന് പറയുന്നു, അദ്ദേഹം ഒരു കണക്ക് പറയുന്നു, അദ്ദേഹം 22 കോടി രൂപയോളം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഒരു സംവിധായകനോ ഒരു റൈറ്ററോ വിചാരിച്ചാൽ മാത്രം കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് അല്ല സിനിമ വ്യവസായം എന്ന് പറഞ്ഞാൽ. അതിൽ വർക്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആളുകളുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്, ഇതൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്ററുണ്ട്. അപ്പോൾ ഒരു സിനിമ 22 കോടിയായി എന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി 22 കോടി രൂപ പോയി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ചെയ്തൊരു സിനിമയ്ക്ക് 22 കോടി ആയെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ബഡ്ജറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞങ്ങളുണ്ട്. ഈ സിനിമ എങ്ങനെ സംഭവിച്ചു എന്നത് പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മാളികപ്പുറം എന്നൊരു സിനിമ നിങ്ങളൊക്കെ കണ്ടതാണ്. ആ സിനിമ വിജയിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയുടെ ബിസിനസ് വാല്യൂ കണ്ടിട്ടാണ് ഈ നിർമ്മാതാവ് ഞങ്ങളിലേക്ക് എത്തുന്നത്. അത് എത്തുന്ന രീതിയും ഇദ്ദേഹത്തിന്റെ സിനിമയായ നദികളിൽ സുന്ദരി യമുനയുടെ പ്രിവ്യൂ ഷോ കൊച്ചിയിൽ നടക്കുമ്പോൾ മുരളിച്ചേട്ടൻ ഞങ്ങൾ അത് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാനും വിഷ്ണു ആ പടം കാണാൻ പോയി. പടം കണ്ട് ഇറങ്ങി വന്ന് ചേട്ടാ പടം നന്നായിട്ടുണ്ട്, ഉറപ്പായിട്ട് ഇത് വർക്കാവും എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു അടുത്ത സിനിമ നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മലയാളം അല്ലാതെ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രൈ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു സിനിമയും കൂടെ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ പടം ചെയ്യാം. അന്ന് മുരളിച്ചേട്ടനെ പറ്റിയുള്ള ഞങ്ങളുടെ ധാരണ, വെള്ളം എന്നൊരു സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട്, സക്സസ് ആയ ഒരു ബിസിനസ്മാൻ അന്ന് കണ്ടിട്ടുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഒരു പ്രൊഡ്യൂസർ നമ്മൾ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം ചേട്ടാ, ഞാൻ വിജീഷിനെ വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിക്കുന്നത്, ചേട്ടാ നമുക്ക് പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോവുകയും ഞങ്ങളൊരു കഥ പറയുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞ കഥ സുമതിയുള്ളതിന്റെ കഥയല്ല, ഞങ്ങൾ പറഞ്ഞത് ജിംഗിൾ ബെൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയാണ്. ഒരു 6 കോടി രൂപയോളം ബഡ്ജറ്റിൽ തീരുന്ന ആ മാളികപ്പുറത്തിലെ 2 കുട്ടികളെയും ദേവനന്ദയെയും ശ്രീപത്തിനെയും പ്ലസ് ഒരു ഹീറോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു. ആ കഥ കേട്ടു, അദ്ദേഹം ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹം എനിക്കും വിഷ്ണുവിനും അഡ്വാൻസ് തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 5 ലക്ഷം രൂപ വീതം അഡ്വാൻസ് തന്നു. നമ്മൾ ഈ പടം ചെയ്യുന്നെന്ന് പറയുന്നു. ബാക്കി എല്ലാ ആളുകളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. മൂകാംബികയിൽ പോയി ആ സ്ക്രിപ്റ്റ് പൂജിച്ചതിന്റെ പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും എന്റെ ഫേസ്ബുക്കിലും വിഷ്ണുവിന്റെ ഫേസ്ബുക്കിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നു. ആ സമയത്ത് സിനിമയുടെ മൊത്തത്തിലുള്ള സക്സസ് ഫോർമുലാസ് ഒന്ന് മാറി തുടങ്ങിയ സമയമായിരുന്നു. അതൊരു ത്രില്ലർ സിനിമയായിരുന്നു, ഒരു ത്രില്ലർ മൂഡിലുള്ള സിനിമയായിരുന്നു. അപ്പൊ അതാണോ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ടിന്റെ പുറത്താണ് ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഫണ്ടില്ല. ഇദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും അന്ന് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ സഞ്ജയ് പടിയൂരിനെയും കൊണ്ട് ദുബായിൽ പോവുകയും വിഷ്ണുവിന്റെ അമ്മയടക്കമുള്ള ആളുകൾ കണക്ട് ചെയ്ത് കൊടുത്ത കുറെ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ ഒരുമിച്ച് പോയി കാണുകയും ഇദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമ ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അന്നൊക്കെ ഞങ്ങളോട് പറയുന്നത് പുള്ളിയുടെ ഒരു ബിസിനസ് ഒരു പേയ്മെന്റ് വരാനുണ്ട്, അത് ഓസ്ട്രേലിയയിൽ നിന്നും US നിന്നും വരാനുള്ള പേയ്മെന്റ് ആണ്, അത് വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ആവശ്യമില്ല, വളരെ ജെനുവിനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ആ പടത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കാണാനും അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള കുറെ ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടിരുത്തി ഇവർ മാളികപ്പുറത്തിന്റെ ക്രിയേറ്റീവ് പീപ്പിൾ ആണെന്ന് പറയുകയും അവരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ആ സിനിമ അല്ല ചെയ്യേണ്ടത് എന്നൊരു തോന്നലിലേക്കാണ് ഞങ്ങൾ നിന്നത്. ആ സമയത്താണ് ഒരു ദിവസം ഈ മുരളിച്ചേട്ടനോട് ഞാനാണ് പറയുന്നത്, മുരളിച്ചേട്ടാ 2019 ഞങ്ങൾ ചെയ്യാവുന്ന സിനിമയുണ്ട് മാളികപ്പുറത്തിന് മുന്നേ, സുമതി വളവ് എന്നൊരു സിനിമ. അതൊരു യഥാർത്ഥ സ്ഥലത്തെ ബേസ് ആയിട്ടുള്ള ഒരു ഹൊറർ സിനിമയാണ്. 2019 ആ സിനിമ അർജുൻ കേട്ടിരുന്നു. പക്ഷെ ആ 2019 അർജുനെ വെച്ചിട്ട് ആ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടാണ്. അതൊരു ബിസിനസ് വാല്യൂ ഒന്നും അർജുൻ അത്രയില്ല, അതൊരു വലിയ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്ന ഒരു സിനിമയാന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു 3.5-4 കോടി രൂപയുണ്ട്, ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എന്തായാലും ആ സിനിമ അന്ന് സ്ക്രിപ്റ്റ് ഫൈനലല്ല, ചേട്ടാ എന്തായാലും ആ സിനിമ 10 കോടിക്ക് അടുത്തെങ്കിലും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ പുള്ളി എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പം ഞങ്ങളും തീരുമാനിച്ചെന്നാൽ സുമതി വളവ് ചെയ്യാം എന്ന് പറയുന്നു. ഞങ്ങൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു, ഒരു ലോഞ്ച്. നിങ്ങളവർക്ക് എല്ലാവരും വന്ന് ലോഞ്ച് ചെയ്ത് IMA ഹാളിൽ. ആ ലോഞ്ച് എന്ന് വെച്ചത് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികമാകുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റിലൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉള്ളൂ എന്ന് പറയുന്നു.
സത്യം പറഞ്ഞാൽ ഇത്രയും ബജറ്റിൽ വരുന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറയാണ് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപയുള്ളൂ, പക്ഷെ പേടിക്കണ്ട, എൻ്റെ പൈസ വരും എന്ന് പറയുമ്പോൾ ഈ സിനിമ നടക്കാതിരുന്നാൽ മാളിപ്പുറം ടീമിന്റെ ഒരു സിനിമ ഡ്രോപ്പ് ആവുന്ന അല്ലെങ്കിൽ ഡിലേ ആവുന്ന ഒരു അവസ്ഥ വരല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് അതിനു മുന്നേ വേറൊരാൾ പറയാണ്ട് ഇദ്ദേഹമായിട്ട് പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പടം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും കുഴപ്പമില്ല, മുരളിച്ചേട്ടനോട് പടം ചെയ്യാം, കാരണം അദ്ദേഹം അത്ര ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ടും നല്ല ബന്ധമാണ് ഞങ്ങളുടെ ഫാമിലിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ഇതിന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചെന്നൈയിലുണ്ട്, മനോജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അത്യാവശ്യം സിനിമയായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ മനോജ് ചേട്ടനോട് സംസാരിച്ചു. മനോജ് ചേട്ടനാണ് ചെന്നൈയിലെ ഒരു വലിയ പ്രൊഡക്ഷനിൽ ഈ പ്രോജക്റ്റ് നമുക്ക് സംസാരിക്കാം, അവരെ കൂടെ കോ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നാൽ ഈ സിനിമ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും എന്ന് പറയുമ്പോൾ മുരളിച്ചേട്ടൻ അതിന് ഓക്കെ പറയുകയും ഞാനും വിഷ്ണുവും മുരളിച്ചേട്ടനും ചെന്നൈയിൽ പോവുകയും ആ ടീമിനെ കാണുകയും അവര് ഈ സിനിമ ഞങ്ങൾ കോ പ്രൊഡക്ഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും അന്ന് പറഞ്ഞ ബഡ്ജറ്റിന്റെ പകുതി പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. 6 കോടി രൂപയാണ് അന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പം അവരോട് ആ സമയത്തും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ഈ 6 കോടി രൂപയും വേണ്ടി വരില്ല, എന്റെ പൈസ വരും എന്ന് പറയുമ്പോൾ അവർ അത്രയും ഓക്കെയാണ്. അവർ മാളിയപ്പുറം ടീമിനോടും ഇതിന്റെ കച്ചവടം ഇത്രയാവും എന്ന് പറഞ്ഞ് അവർ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുമ്പോൾ ഇദ്ദേഹം വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് വിളിച്ചിട്ട് അവരോട് 2 കോടി രൂപ ആദ്യം ഇടാൻ പറയുമെന്ന് ചോദിച്ചു. ഈ നിങ്ങൾ എത്ര പേർക്ക് ഈ കോർപ്പറേഷന്റെ ഡീലർ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പ്രൊഡ്യൂസർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ പടത്തിന് കോ പ്രൊഡ്യൂസർ ആവണം എന്ന് പറയുമ്പോൾ ആ കോ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കമ്പനിക്ക് മിനിമം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പൈസ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ വിളിച്ചിട്ട് 2 കോടി ആദ്യം ഇടാൻ പറ്റുമ്പോൾ അവർ ആദ്യം നോ പറഞ്ഞു. പിന്നീട് ഇതേ മനോജ് ചേട്ടനും ഇവർ സംസാരിച്ചിട്ട് അവരതിന് വില്ലിങ് ആവുകയും 2 കോടി അവർ തരികയും ദുബായിലുള്ള പ്ലോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓവർസീസ് കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് വിഷ്ണു സുഹൃത്തോടെയാണ് അത് സംസാരിക്കുന്നത്. 2 കോടി ആദ്യം അവര് ഞങ്ങളോട് 2 കോടിക്ക് ഞങ്ങൾ ഈ പടം എടുക്കാമെന്ന് പറയുകയും 1 കോടി രൂപ ഷൂട്ടിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ പറഞ്ഞ തിങ് സ്റ്റുഡിയോസിന്റെ 2 കോടി വന്നിരുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ പറഞ്ഞ പ്ലോട്ട് പിക്ചേഴ്സിന്റെ 1 കോടി രൂപ വന്നതും ആ അക്കൗണ്ടിലേക്കാണ്. മാളിയപ്പുറത്തിലെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച്, പാട്ടുകളൊന്നും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ ആ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച് 60 ലക്ഷം രൂപയോളം ഈ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് ഈ പടത്തിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ മ്യൂസിക് റൈറ്റ്സിൽ നിന്ന് ഷൂട്ടിന് മുന്നേ ഞങ്ങൾ വാങ്ങിച്ച് കൊടുക്കുകയുണ്ടായി. ആ സിനിമയുടെ പൂജ പാലക്കാട് നടന്നപ്പോൾ നിങ്ങൾ പല മീഡിയാസും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ആ വീഡിയോയിലും അതിൽ അന്ന് വിട്ട പോസ്റ്ററിലും നോക്കിയാൽ അറിയാം, ഞാൻ ഈ പറയുന്ന തമിഴ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഇൻ അസോസിയേഷനിലാണ് ആ പോസ്റ്റേഴ്സ്. അവിടെ 2 പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. മുരളിച്ചേട്ടൻ മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അന്ന് ആ വേദിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊരു വലിയ സിനിമയാണ്, പറഞ്ഞ ബഡ്ജറ്റിൽ തീരുമെന്ന് പോലും അറിയില്ല, 90 ദിവസത്തിനടുത്ത് ഷൂട്ട് വരുന്ന ഒരു സിനിമ, ഏകദേശം 15 കോടിക്ക് 20 കോടിക്ക് അകത്ത് ആവാം എന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ. ഈ സിനിമയുടെ ഈ പറയുന്ന ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്, മുരളിച്ചേട്ടൻ കൊടുത്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന കോപ്പിയിൽ ഈ സിനിമയുടെ ബഡ്ജറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. 85 ദിവസം ഷൂട്ട്, 27 ലൊക്കേഷൻ, 5 പാട്ട്, 3 ആക്ഷൻ ബ്ലോക്ക്, 14 കോടി ബഡ്ജറ്റ്. ഇത് അദ്ദേഹം കൊടുത്തിരിക്കുന്നതാണ്. ഇന്ന് രാവിലെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, അദ്ദേഹം പ്രൊഡ്യൂസർ അസോസിയേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കണക്കിൽ ഇത് 7 കോടിയുടെ ബഡ്ജറ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു. അങ്ങനെയാണെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനി ഇദ്ദേഹത്തിനെതിരെ ഫോർജറിക്ക് കേസ് കൊടുക്കുകയും ബഡ്ജറ്റ് കൂട്ടി കാണിച്ച് പൈസ വാങ്ങിച്ച് ഇദ്ദേഹത്തിന് കേസ് എടുക്കണം. കാരണം ഈ ബഡ്ജറ്റ് അല്ല ഈ പടത്തിനെങ്കിൽ അദ്ദേഹം എന്തിനാണ് 14 കോടി രൂപ ബഡ്ജറ്റ് ഒരു സിനിമയെന്ന് പറഞ്ഞ് മറ്റൊരു കമ്പനിയെ ചീറ്റ് ചെയ്ത് ഈ പടത്തിലേക്ക് കൊണ്ടുവന്നത്. ഇനി അടുത്തത് സിനിമ തുടങ്ങി, സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ബാറ്റ കഴിയുന്നു. ഈ 2 കോടി രൂപ +1 50, 3,000 രൂപയിലാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ബാറ്റ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പൈസ തീർന്നു, ഇനി നമുക്ക് അടുത്ത പൈസ റെഡിയാക്കണമെന്നുണ്ട്. അപ്പം ഞങ്ങൾ അപ്പോഴും ചോദിക്കും, ചേട്ടൻ്റെ ഒരു ബിസിനസ് ഡീൽ വരാനില്ലേ, അത് ലേറ്റ് ആവും, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചെന്നൈയിലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് 2 കോടിയും കൂടെ വേണമെന്ന് പറയുന്നു. അവർ ഓഫർ ചെയ്ത 6 കോടിയിൽ വീണ്ടും 2 കോടി ചോദിക്കുന്നു, 4 കോടി തരുന്നു. 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവരോട് നിന്ന് 2 കോടി വാങ്ങിച്ചിട്ട് 6 കോടി രൂപ GST കട്ടയുള്ള 6 കോടി രൂപ അവർ കൊടുക്കുകയാണ്. അന്നേരം അവർ
ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദെൻ വൈ ദർ ഈസ് എൻ അതർ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഇത് ഞങ്ങൾ പൈസ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് വേറൊരു പ്രൊഡ്യൂസർ, ബാക്കി വിട്ട് ഞങ്ങൾ ചെയ്താൽ പോലെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇനിയും ഈ പടത്തിൽ കോ പ്രൊഡക്ഷനായിട്ട് ഞങ്ങളില്ല, ഞങ്ങളിത് ഫിനാൻസ് ചെയ്യാം, ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയും മുരളിച്ചേട്ടൻ അത് ഓക്കെ പറയുകയും ചെയ്തു. കുഴപ്പമില്ല, ഞാൻ മാത്രം മതി പ്രൊഡ്യൂസർ, ബാക്കി പൈസ ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനീനെ ഫിനാൻസ് ആക്കി മാറ്റുകയും പിന്നീട് വന്ന പോസ്റ്റേഴ്സിൽ അവരുടെ പേരുമില്ല, സൈഡിൽ എംബ്ലം മാത്രം വെക്കുകയുണ്ടായത്. പിന്നീട് അദ്ദേഹം ഈ പടം തീരുന്ന സമയമായപ്പോഴത്തേക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നത്, ഏകദേശം എൻ്റെ ഒരു കണക്ക് കറക്റ്റ് ആണെങ്കിൽ 3.5-4 കോടി രൂപയോളം അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പല സമയത്താണ് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ശേഷം പടം തീർന്നു. ഈ പടം തീർന്നു കഴിയുമ്പോൾ സിനിമ അറിയാവുന്നവർക്കും സിനിമ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യണമെങ്കിൽ അവരുടെ സാലറി സെറ്റിൽ ചെയ്യണം. ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റിന് പോലും അദ്ദേഹം സാലറി സെറ്റിൽ ചെയ്തിട്ടില്ല. ഇന്നലെ അദ്ദേഹം മീഡിയയോട് പറഞ്ഞു, ഇതിൽ അഭിനയിച്ച പല നടന്മാരും വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട ചേട്ടാ, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞു. ഞാൻ എഴുതി വെച്ചുതരാം, ഇതിൽ അഭിനയിച്ച നടന്മാരുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ അവരെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുക, ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ. ഈ സിനിമയ്ക്ക് ഡബിങ് നടക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ച് പേഴ്സണലി റിക്വസ്റ്റ് ചെയ്താൽ ഈ സിനിമ തീർത്ത് കൊടുത്താൽ മാത്രമേ കച്ചവടമാകത്തുള്ളൂ, ഒന്ന് സഹായിക്കുക, ബഡ്ജറ്റ് നമുക്ക് വിചാരിച്ചതിനെ കുറച്ചുകൂടെ മാറിയിട്ടുണ്ടല്ലോ, ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളെയും പേഴ്സണലി വിളിച്ച് ഞാനും വിഷ്ണു സംസാരിച്ചാണ് ഡബ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനെതിരെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ കേസ് കൊടുത്തിട്ടുണ്ട്, അവന് കാശ് കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. ഇതിന്റെ ക്യാമറാമാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഒക്കെ കോപ്പി ഇതിലുണ്ട്, ഞങ്ങളിത് കാണിക്കാം. ഇതിൽ വർക്ക് ചെയ്ത പല ആളുകളും കേസ് കൊടുക്കുമ്പോഴും വിളിച്ച് സംസാരിച്ച്, എടാ അങ്ങനെയല്ല, പുള്ളി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മൾ ഈ സിനിമ തീർത്തു കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റിലും ഇതിന്റെ മേക്കിങ്ങിലും ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട്. അന്ന് പടം കണ്ട എല്ലാവരും, ഞങ്ങളുടെ ടീമായാലും പുറത്തുള്ളവരായാലും എല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ ഈ റിലീസ് അടുപ്പിക്കുമ്പോൾ ഈ ചെന്നൈയിലുള്ള ടീമിനെ, ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിനെ സെറ്റിൽ ചെയ്യാതെ ഈ പടം ഇറക്കാൻ പറ്റില്ല. ഏകദേശം 6 കോടി പലിശ അടക്കം 6,85,00,000 രൂപ സെറ്റിൽ ചെയ്താൽ മാത്രമേ ഈ സിനിമ ഇറങ്ങൂ എന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായൊരു മൊമെന്റിലാണ് ഞാൻ ആ സമയം അടുത്ത സിനിമ ഗോകുലമായിട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഗോകുലമായിട്ട് ചെയ്യാൻ റെഡിയായിരുന്നു. ഗോകുലമായിട്ട് ഞാൻ സംസാരിക്കുകയും ഗോപാലൻ സാറിനെയും മൂർത്തിച്ചേട്ടനെയും മീറ്റ് ചെയ്ത് സംസാരിക്കുകയും ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമ്മളിത് സഹായിക്കണം, ഈ സിനിമ ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഗോപാലൻ സാറും മൂർത്തി സാറും ഈ സിനിമ വന്ന് കാണുകയും അവർ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഈ ചെന്നൈ കമ്പനിക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് ഗോകുലം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സിനിമ ഇറക്കണമെങ്കിൽ കുറച്ച് കടമ്പകളുണ്ട്, ഫൈനൽ ഔട്ട് അടിക്കണം, ബാക്കിയുള്ള സെറ്റിൽമെന്റ് ചെയ്യണം, സ്റ്റുഡിയോ റെന്റ് കൊടുക്കണം, ഇതെല്ലാം ഗോകുലത്തിന്റെ സൈഡിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഈ പൈസ എല്ലാം പോയിരിക്കുന്നത് അക്കൗണ്ട് ത്രൂ മുരളിച്ചേട്ടന്റെ വഴിയാണ്. അതായത് ഗോകുലം കൊടുത്ത പൈസയും ഡ്രീം പിക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷന്റെ കൊടുത്ത പൈസയും തിങ് സ്റ്റുഡിയോസിന്റെ പൈസ ഒക്കെ പോയത് മുരളിച്ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എല്ലാ പൈസയും പോയത്. അദ്ദേഹം മീഡിയയോട് പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കുന്നത് അദ്ദേഹത്തിന്റെ കാശല്ല, അദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യിച്ചവർ കൊടുത്ത പൈസ പുള്ളി മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതെല്ലാം അദ്ദേഹം ഇന്നലെ ഒരു പേപ്പർ അദ്ദേഹം മീഡിയയുടെ മുന്നിൽ കാണിച്ചിരുന്നു. ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തുന്ന ഒരു സാധനം. അതിൽ തന്നെ ഈ സിനിമയുടെ ടോട്ടൽ ഇൻകം, അതായത് ബിസിനസ്, ഞാൻ കളക്ഷൻ അല്ല പറയുന്നത്, പ്രൊഡ്യൂസർ ഷെയറും ബാക്കി ബിസിനസ് എല്ലാം കഴിഞ്ഞ് ഇൻകം 15 കോടിയാണ് അദ്ദേഹം കാണിച്ചിരുന്നത്. 15 കോടി കളക്ഷൻ വന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പ്ലസ് അദ്ദേഹം അതിനോട് ആഡ് ചെയ്തതിന് കുറച്ച് പോയിന്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ ഇൻട്രസ്റ്റ് കണക്കുകൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചെലവുകൾ, അദ്ദേഹം ആരുടെയൊക്കെ അടുത്തൊന്ന് പൈസ വാങ്ങിച്ചതിന്റെ എക്സ്പെൻസുകളൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി 28 കോടി എന്ന് പറയുന്നു. ഞാൻ പറയുന്നത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നത് ഇതൊരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഈ സിനിമയ്ക്ക് ചെലവായ പൈസ ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് വിധേയമായിരിക്കും. ഞങ്ങൾ റെഡിയാണ്. ഇവിടെ അസോസിയേഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾ മീഡിയ ഉണ്ട്, ജനങ്ങളുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ എന്റെ അക്കൗണ്ട് ബാലൻസും വിഷ്ണുവിന്റെ അക്കൗണ്ട് ബാലൻസും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസും വേണം ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് തരാം. ഇപ്പോഴും ഈ 6 പടം ചെയ്തിട്ടും എങ്ങനെ ജീവിക്കുന്നുള്ള എനിക്കറിയാം. കാര്യം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഈ സിനിമയ്ക്ക് ഇന്നലെ അദ്ദേഹം പറയാം, എനിക്ക് 25 കോടി രൂപ 25 ലക്ഷം രൂപ ഇനി അതിന്റെ അടുത്ത് പറയല്ലോ, 25 ലക്ഷം രൂപ എനിക്ക് തന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇന്നുമായിട്ട് മൊത്തം എടുപ്പിച്ചപ്പോൾ അത് എനിക്ക് പല സമയത്തായിട്ട് അയച്ചിരിക്കുന്ന പൈസ ഒരു 17-18 ലക്ഷം രൂപയാണ്. പല സമയത്തായിട്ട് ഇതിൽ ഏറ്റവും വലിയ ഫൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, സിനിമ റിലീസിന് മുന്നേ ഉള്ള പ്രൊമോഷൻ സമയത്ത് ഞാൻ ഇതിലെ ഓൺലൈൻ മീഡിയാസിന് അറിയാം, ഞാൻ അന്ന് പ്രൊമോഷൻ വന്ന ഹോസ്പിറ്റലിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വെൽകെയർ ഹോസ്പിറ്റലിൽ കിടക്കുകയും ഞാൻ അവിടെ നിന്ന് പിന്നെ
ഈ അച്ഛന്റെ സർജറിക്ക് 3 ദിവസം മുന്നേ 3-4 ദിവസം മുന്നേ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട്, ഞാൻ ദുബായിലാണ്, നമ്മൾ പടം ഇറങ്ങാൻ പോവാ, നമ്മൾ രക്ഷപ്പെടുന്നു, നമ്മൾ അടിപൊളിയാവും, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ ദുബായിൽ പെട്ടിരിക്കുക, എനിക്ക് നാളെ നാട്ടിൽ വേണം, നാളെ ഒരു സെറ്റിൽമെന്റ് കിട്ടും, എനിക്ക് ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. ഈ 3 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളാം, ഞാൻ അച്ഛന്റെ സർജറിക്ക് പൈസ എനിക്ക് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്റെ കയ്യിൽ പൈസ കുറവാണ്, കാരണം മറ്റന്നാൾ സർജറിയാണ്, അല്ല നാളെ ഞാൻ എത്തും, ഒരു ടെൻഷനും വേണ്ട, അച്ഛന്റെ സർജറിക്കുള്ള പൈസ ബാക്കി ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ടിൽ ഈ ഡേറ്റ് വരെ എനിക്ക് ആ പൈസ തിരിച്ചിട്ടിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. പക്ഷെ ഞാനത് ഓക്കെ, അദ്ദേഹത്തിന് നഷ്ടം വന്ന് പറഞ്ഞപ്പോഴും ഓക്കെ, ഞാനത് ലാസ്റ്റ് മീറ്റിംഗ് പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം എൻ്റെ അച്ഛൻ്റെ സർജറി സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തേക്കുന്നത് ഗൂഗിളത്തിൽ നിന്നും ബാക്കി എൻ്റെ സുഹൃത്തുക്കളുമാണ്. ഇന്ന് അദ്ദേഹം ഒരു അലിഗേഷൻ പറയുകയാണ്, ഞാനും വിഷ്ണുവും 7 കോടി രൂപയോളം അദ്ദേഹത്തെ പറ്റിച്ചു, ഞങ്ങൾ കള്ളനാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പിൻവലിക്കേണ്ടത്. എന്താണ് പറ്റിച്ചതെന്ന് ഇന്നലെ ഏതോ ഒരു, എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണാന്ന് തോന്നുന്നു, മീഡിയ വണ്ണോ അത് ബിഗ് ടി വി ആണോ, ആര് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചു, അഭിലാഷ് പിള്ള എന്താണ് പറ്റിച്ചത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റിച്ചതെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പടത്തിന് വേറെ പടത്തിന് പോയെന്ന്. ഞാൻ പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിരിക്കണോ, എനിക്കടുത്ത പടം ചെയ്യണ്ടേ, എനിക്ക് എന്റെ കരൾ നോക്കണ്ടേ. ഇനിയും അടുത്ത കാര്യം, സുമതി വളവ് എന്നൊരു സിനിമ, ഓക്കെ ലാഭമോ നഷ്ടമോ അവിടെ നിൽക്കട്ടെ, നഷ്ടമാണെന്ന് വെച്ചു. നഷ്ടമാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ നഷ്ടം വന്ന സിനിമയാണോ സുമതി വളവ്? ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ കണ്ടു, ഓക്കെ അതിൽ എനിക്കും വിഷമമുണ്ട്, ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിന് വിളിച്ച ആളുമാണ്. ഇത് ആദ്യത്തെ വീഡിയോ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇതുപോലത്തെ വീഡിയോസ് വേറെ ഉണ്ട്. ഒരു വീഡിയോ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. വീഡിയോ മാത്രമല്ല, ലൈവായിട്ട് അത് കണ്ട ആളുണ്ട് ഇവിടെ, അദ്ദേഹം പറയും, സംസാരിക്കും. ഇത് മുരളിച്ചേട്ടനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ടോ അല്ലെ മുരളിച്ചേട്ടനെ മോശമാക്കാനോ വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാവാം, എനിക്കറിയില്ല, അദ്ദേഹം തന്നെ പറയുന്നത് മോശമാണ്. പക്ഷെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത ഒരു പ്രൊഡ്യൂസർ 2 ആഴ്ച മുന്നേ ചെന്നൈയിൽ പോയി അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ റീമേക്ക് ചെയ്യാൻ നായകൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വെള്ളം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ അദ്ദേഹം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആത്മഹത്യ നിൽക്കുന്ന പുള്ളിക്ക് ആ പൈസ എടുത്ത് വെച്ചിട്ട് ജീവിച്ചൂടെ കുറച്ചു കാലത്തേക്ക്? എന്തിനാണത് ചെയ്തത്? ആ അഡ്വാൻസ് വാങ്ങിച്ച നായകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെയാണ്. അദ്ദേഹം എന്നെ വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു, എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ പടം ചെയ്യും, കാരണം സുമതിയോട് അദ്ദേഹത്തിന് നഷ്ടമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്ത് ഇത് ആ പടം തമിഴിൽ വർക്കാവും, ഉറപ്പായിട്ടും ആ സിനിമ തമിഴിൽ വർക്കാവുന്ന സിനിമയാണ്. ആ സിനിമ ചെയ്ത് ഒന്ന് സെറ്റാവും. അപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ബാക്കി പൈസ ആയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ മുരളിച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, മുരളിച്ചേട്ടാ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ചെന്നൈക്ക് വാ, ഈ പടത്തിന് എത്ര രൂപ ചിലവെന്ന് വെച്ചാൽ അത് നമുക്ക് റെഡിയാക്കാം, ഈ പടം നിങ്ങൾ ചെയ്യും, ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വീഡിയോ വരുന്നതിന്റെ ഒരു 3 ദിവസം മുന്നേ ഇദ്ദേഹത്തിനെ ഞാൻ വിളിക്കുകയും ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അവരാണ്. സുമതി വളവ് 2 ചെയ്യാൻ വേണ്ടി അന്ന് തൊട്ട് ചോദിക്കുകയാണ്. ഓക്കെ സുമതി 2, ഞാൻ പറഞ്ഞു ചേട്ടാ അതിന് നമുക്ക് ചെയ്യാം, ചേട്ടാ ധൈര്യമായിട്ട് നമുക്ക് ഫണ്ട് ചെയ്യാം. സുമതി വളവ് 2 ഒരു കച്ചവട വാല്യുണ്ട്. അത് ചെന്നൈയിലൊരു പ്രൊഡക്ഷൻ കമ്പനി എൻ്റെ അടുത്ത് ചോദിക്കുകയും അതിന്റെ IP അടക്കം വാങ്ങിക്കാൻ തയ്യാറാവുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ചേട്ടനെ കൂടെ ഇന്നായിക്കൊണ്ട് ഈ പടം ചെയ്യാം, ചേട്ടനൊരു പ്രൊഫിറ്റ് ഷെയർ കിട്ടും എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒറ്റ രാത്രിയുടെ ഇത് മാറി മാറുന്നത് എന്ത് അത്ഭുതത്തിന് ഓർത്താന്നുള്ള കാര്യം ഇതിന് പിന്നീട് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഞാൻ സംസാരിക്കാം. അത് എവിടെ നിന്ന് വന്നുള്ള ഇതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞ വിഷ്ണുവിന് സംവിധാന അലിഗേഷൻസ് ആണ്. വിഷ്ണുവിന് സംവിധാനം അറിയില്ല, അത് പുള്ളി പിന്നീട് അറിയുന്നു. വിഷ്ണുവിന്റെ വാളിയപ്പുറം സംവിധാനം ചെയ്ത് ഉണ്ണിയാന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സംവിധാനം അറിയാത്തൊരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതി വളവ് 2 ചെയ്യാൻ തയ്യാറായത്? അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം വിഷ്ണുവിനെ കണ്ടിട്ടില്ല, വിഷ്ണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ തവണ ഹയാത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിൽ താമസിക്കും, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരം എത്ര ഇപ്പൊ എനിക്കറിയാം. വെള്ളം സിനിമ നഷ്ടം വന്ന സിനിമയാണ്. അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. അവര് വേണമെങ്കിൽ പ്രസ് മീറ്റിന്, ഇനി അടുത്ത പ്രസ് മീറ്റിന് വേണമെങ്കിൽ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നദികളിൽ സുന്ദരി യമുന ആരാണ് പ്രൊഡ്യൂസർ? അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ സുമതി വളവിന്റെ പ്രൊഡ്യൂസർ പുള്ളി മാത്രമല്ല, ഒരിക്കലും ഞാൻ പറയും പുള്ളി മാത്രമല്ല. നദികളിൽ സുമതി വളവിന്റെ പ്രൊഡക്ഷൻ പേര് നോക്കിയാൽ മതി, പ്രൊഡക്ഷൻ പേരിൽ വേറെ പേരുണ്ട്. അദ്ദേഹത്തിന് 7 കോടി നഷ്ടം വന്നു പറയുന്നു. നോക്കി 7 കോടി നഷ്ടം വന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. ഇത് വായകൊണ്ട് പറയലല്ല. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ ആളുകളുണ്ട്. ആ സിനിമയുടെ ചെലവുകൾ ചെയ്യട്ടെ, പറയട്ടെ. പിന്നെ ഒരു സിനിമയുടെ കണക്ക് പറയേണ്ട മറ്റൊരാൾ പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഇനി പ്രസ് മീറ്റിൽ അദ്ദേഹം ഇല്ല, അദ്ദേഹം വരുമെന്ന് പറയുന്നത് ലാസ്റ്റ് മൊമെന്റ് അദ്ദേഹം വന്നിട്ടില്ല. ഇനി ഈ സിനിമ സംഭവിച്ചതിന്റെ മറ്റൊരു കാര്യം, ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ സുഹൃത്തായ മറ്റൊരു കൺട്രോളറുണ്ട്, നിങ്ങൾക്കറിയാം, സുനിൽ സിംഗ്.